ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് അമ്മയ്ക്ക് പനി പിടിച്ചിട്ട് അനങ്ങാൻ വയ്യ എന്നുള്ള നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. ദെൻ ഒന്നും ആലോചിച്ചില്ല, കിച്ചണിലേക്ക് കയറി ആദ്യം ചായ ഉണ്ടാക്കി. പിന്നെ എനിക്കും ഹരിക്കുട്ടിക്കും വേണ്ടി സെപ്പറേറ്റ് പാലും ഉണ്ടാക്കി വെച്ചു. ദെൻ അടുക്കളയിലിരുന്ന ചപ്പാത്തി എടുത്തു. ചപ്പാത്തി പാക്കറ്റിലായിരുന്നു, അത് ചുട്ടു. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനേക്ക് എടുക്കാൻ വേണ്ടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മുട്ടക്കറി സെറ്റാക്കി വെച്ചു. പിന്നെ ഈ ചപ്പാത്തി കുറച്ച് ചുട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം ചായ അച്ഛനും അമ്മയ്ക്കും എടുത്ത് കൊടുത്തു. then ഞങ്ങൾക്കുള്ള പാലെടുത്ത് സെപ്പറേറ്റ് വെച്ചു. പിന്നെ ഹരിക്കുള്ള ടിഫിൻ ഞാൻ റെഡിയാക്കി. ടിഫിനിലേക്ക് മുട്ടക്കറിയും ചപ്പാത്തി എടുത്തു. പിന്നെ അവൾക്ക് ഉള്ള പാലും കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അവളൊരു ആപ്പിൾ കടിച്ചു തിന്നു. പിന്നെ അവൾ വെള്ളം കുപ്പി മറന്നുപോയായിരുന്നു. വെള്ളം കുപ്പി എടുത്ത് കൊടുത്തു. അവളെ പറഞ്ഞ് ട്യൂഷനിലേക്ക് വിട്ടു. എൻ്റെ അച്ഛനെ പറഞ്ഞു വിടാനുള്ള ടൈമായി. അച്ഛൻ ജോലിക്ക് പോകാനുള്ള ടൈമായി. പിന്നെ അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അച്ഛനെയും ജോലിക്ക് പറഞ്ഞയച്ചു. നല്ല സ്റ്റൈലായിട്ടൊരു ടാറ്റയൊക്കെ തന്നിട്ടാണ് അളിയാൻ പോയത്. പിന്നെ നോക്കുമ്പോൾ നമുക്ക് അമ്മയ്ക്കുള്ള കഞ്ഞി അടുപ്പത്ത് വെച്ചു. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇഷ്ടം പോലെ പാത്രം കഴുകാനാണെങ്കിൽ ഞാനൊന്നും ആലോചിച്ചില്ല. പാട്ടും വെച്ച് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് 2-3 ഡാൻസൊക്കെ കളിച്ച് ആ പാത്രം മുഴുവൻ ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കി. ആ സ്ലാവൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടു. ദെൻ ഞാനും അമ്മയും കൂടി കഞ്ഞി കുടിച്ചു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.